പറയുകയാണ്. ഒരു ഇതിപ്പോൾ വളരെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ രണ്ട് വശങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന് വരണം. യുവാക്കളുടെ താല്പര്യങ്ങൾ ഒന്നും പഠിക്കാതെ തന്നെ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് വളരെ ഗൗരവമേറിയ ഒരു പഠനവും ചർച്ചയും ആവശ്യം ഉയർന്നു വരുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ശ്രീ നവീൻ സാറിനെ കുറിച്ച് ഉദ്ഘാടകയും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ കോളേജിന്റെ അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ ജീവാനുഭവം പരമാനുഭവമായിരുന്നു. ഈ കോളേജിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ നിറ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മുരളി മാസ്റ്റർ. അതേ സമയത്ത് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് പലരും കാണുന്നത് ഞാനാണ് എല്ലാം എന്നുള്ള കാണിക്കാൻ എന്നുള്ള ആ ഒരു രീതി മുരളി മാസ്റ്റർ ഒരിക്കലും ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പിന്നിൽ മാറി നിന്ന് ഞാനിതിന്റെ ഒരു വലിയ ആളാണെന്ന് നടിക്കാതെ വളരെ സൗമ്യമായ പെരുമാറ്റത്തോടു കൂടി എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ സുഹൃത്തായിരുന്നു മുരളി മാസ്റ്റർ. കോളേജിൽ നാക്കിന്റെ അക്രഡിറ്റേഷൻ ആദ്യമായി നടന്ന സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിന്റെ ഓരോ ചുവടുവെപ്പിലും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആരെക്കാളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബഹുമാനിയാണ് മുരളി മാസ്റ്റർ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോളേജിലെ യൂണിവേഴ്സിറ്റി കലോത്സവം നടത്തുമ്പോൾ കോളേജിൽ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാത്തിലും തന്നെ മുരളി മാസ്റ്റർ സജീവമായി ഇടപെടാറുണ്ടായിരുന്നു. വളരെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു.